വെൽക്കം ടു യൂട്യൂബ് ചാനൽ ലിസ ബ്ലോഗ്സ്. ഗൈസ് വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നൂഡിൽസ് തിന്നാണ്. അതെ, കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഇവിടെ വന്ന് എത്തിയതാണ് നമ്മൾ കണ്ടത്. വീടും കാലൊന്നും കാണിച്ചില്ല. ഈ വീഡിയോയില് നമ്മൾ എണീറ്റ് നമ്മൾ രാവിലെ തന്നെ എന്നിട്ടുണ്ടാക്കണ മനസ്സേ മറ്റേ സാധനം ഉണ്ടാക്കിയതല്ല, ഇത് ഉണ്ടാക്കിയാലും തന്നെ ഉണ്ടാക്കിയതാണ് കോൾഡ് കോഫി. ഇതെന്തെങ്കിലും കിട്ടെ പാത്രത്തിൽ കോൾഡ് കോഫിയും പിന്നെ നമ്മള് നൂഡിൽസ് ആണ് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടും ചുറ്റൊക്കെ കാണിച്ചിട്ട് ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ ഉണ്ടോ ബ്യൂട്ടിഫുൾ വുഡൻ ഹൗസ് ആണത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അല്ലെ. പിന്നെ ഇത് എന്തൊരു കോൾഡ് കോഫിയാ. അപ്പൊ ഈ തണുപ്പ തന്നെ നിങ്ങക്ക് കോൾഡ് കോഫി ഉണ്ടാക്കണല്ലേ. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ കഴിക്കട്ടെ. നമ്മളിന്ന് നൂഡിൽസ് ഉണ്ടാക്കിയേക്കാണ്. നല്ല ഒരു സ്ഥലത്താണ് നമ്മൾ. കോൾഡ് കോഫി രസമുണ്ട്, പക്ഷെ അതില്ല രസമുണ്ട്, പക്ഷെ ഈ തണുപ്പത്ത് കോൾഡ് കോഫി. ഇത് ഇവിടുത്തെ നമ്മൾ ഇവിടെ വാങ്ങിയ മിൽക്ക് ആട്ടോ, ഇവരുടെ മെയിൻ മിൽക്ക് സാധനം, ഫ്രഷ് സാധനം. നമുക്ക് തന്നെ കുടിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നമ്മളത് കുടിച്ചില്ല. അവിടെ അതിന്റെ ഉള്ളിൽ ഇത്തിരി കാപ്പിപ്പൊടിയും ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് തെറ്റാക്കി. രസമുണ്ട്. എന്ത് നൂഡിൽസും ഇത് രാവിലെ തന്നെ കഴിക്കാൻ തണുപ്പത്ത്. ഇപ്പൊ ഇത് കഴിക്കട്ടെ, വീട് കാണിച്ചു. നമുക്ക് ബാക്കി വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല രസമുള്ള വ്യൂ ആണ്, കാണിച്ചു തരാട്ടാ. ഇതാണ് നമ്മളുടെ റൂം അല്ലേ, മരം റൂമാണ്. അലങ്കോലായിട്ട് കിടക്കാണ്. അതെ, ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് പൊളി വ്യൂ. ഞാൻ പുറത്തിറങ്ങിട്ട് കാണിച്ചു തരാം. ബാ പുറത്തേക്ക് പോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങണേ. മറ്റേ എന്തൊരു ലിവിങ് ഏരിയ പോലത്തെ സ്ഥലം. ഇത് നമ്മളുടെ ഒരു കോമൺ ഏരിയ. ഇത് നമ്മളുടെ കിച്ചൺ നേരത്തെ കാണിച്ചത്. ഇതിന്റെ ഉള്ളിൽ ഇതാണ് ടോയ്ലറ്റ്. നീ പുറത്തേക്ക് പോക്കോ. തണുപ്പുണ്ട്. ഇതൊരു കോമൺ ഏരിയ. മരം വീടാ. അലിബാം എടുത്തിട്ടുണ്ടല്ലോ, ബാഗിലിട്ടല്ലേ. ഓക്കെ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇറങ്ങിക്കും പുറത്തിറങ്ങി എത്തിയപ്പോഴാണ് കിട്ടിലും വ്യൂ. പതുക്കനെ പോട്ടോ. മഴയുണ്ട്, അടിപൊളി. ഇതാണ് നമ്മളുടെ വീട്. ഇതാണ് നമ്മളുടെ വീടല്ലേ. ഇതാണ് നമ്മളുടെ വീട്. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. മഴയൊന്നും ഇല്ലടി പെണ്ണെ. അവിടെ നോക്കിയാൽ അവിടെ നോക്കിയാൽ നിങ്ങള് മറ്റേ സാധനം എന്തിനടി സ്നോ, ഫുള്ളും സ്നോ ആണ്. മുകളിലും മലയുടെ മുകളിലും മൊത്തം. ഏത് ഭാഗം? ഇവിടെ നിന്നുള്ളതിയോ? ആ അതെ, ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇവിടെ പുറത്തൊക്കെ ഇവിടെയൊക്കെ ബാക്കിൽ കുന്ന് കണ്ടത്. ഇത് കുന്ന്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ലേക്ക് ഉണ്ട്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. സ്വിറ്റ്സർലാൻഡില് ഇന്റർലേക്കിന്റെ അടുത്തുനിന്ന് ഒരു 2-3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് നമ്മളുടെ ഈ സ്ഥലം. ഇതിവിടെ ഈ സ്ഥലം. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് കേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ലേക്ക് കണ്ട. അവിടെ ലേക്കുണ്ട്, മലയുണ്ട്, ഏറ്റത്തെ സ്നോ ഉണ്ട്. ഇങ്ങോട്ട് വാ പിന്നെ സാർ, ഇങ്ങോട്ട് വാ. എവിടെ വാ? അതെ, ഏറ്റത്ത് പാരാഗ്ലൈഡിങ് ഉണ്ട്. ആൾക്കാരുള്ള പാരാഗ്ലൈഡിങ് ആണിത്. അവിടെ ആ മലയെന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഈ മലയിലില്ല, പക്ഷെ ബാക്കിലുള്ള മലയിലാണ് നമ്മുടെ സ്നോ. നമ്മളിപ്പോ പോവാൻ പോണത് മുകളിലേക്ക് പോണേ, മലയുടെ മുകളിലേക്കാണ് പോവാൻ പോണേ. ഓക്കെ, സിഗ്നലൊക്കെ ഉണ്ട്. ചെറിയ സ്ഥലത്ത് സിഗ്നൽ ഉണ്ടാവില്ല. മഴയൊക്കെ കൊണ്ട് പോവാം, രസല്ലേ. എല്ലാം എൻജോയ് ചെയ്ത് പോണ്ടേ എല്ലാ സ്ഥലവും. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ നീ മഴ കൊണ്ടോ? ഇല്ല. എന്നിട്ട് ഊട്ടിയും സ്വിറ്റ്സർലാൻഡ് വെച്ചിട്ട് നീ കമ്പയർ ചെയ്യാ? പതുക്കെ നടന്നാ മതി. മൈനസും പോട്ടെ, 2 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഇന്ന്. അതാണ് നമ്മൾ വലിയ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറങ്ങിയ കാരണം ചെറിയൊരു സമാധാനം ഉണ്ട്. നിനക്ക് സമാധാനം ഇല്ല? ഞാനുള്ളില് സമാധാനം. ഞാൻ ഉള്ളില് വേറൊരു ജാക്കറ്റ് പോലെ സാധനം ഇട്ടുണ്ട്. അതിന്റെ ഉള്ളില് ഒരു ബനിയൻ ഇട്ടുണ്ട്. അതിന്റെ ഉള്ളില് ഇത് ഒരു തെർമൽ ഇട്ടുണ്ട്. 1, 2, 3, 4 ഡ്രസ് ഇട്ടിട്ടുണ്ട്. അതാരണം എനിക്ക് ഓക്കെ. പാന്റ് ആണെങ്കിൽ 2.5 ഇട്ടിട്ടുണ്ട്. അതാണ് കുഴപ്പമില്ല. വിളിച്ച് നമ്മള് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ പരിപാടി മുറൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ പിടിക്കണം. ട്രെയിൻ പിടിച്ചിട്ട് മുറിലേക്ക് പോകണം. നമ്മൾ പോണ സ്ഥലം അവിടെ കാണിച്ചടി. ഇവിടെ ഇപ്പം തരാം ഗൈസ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇന്റർലേക്കാണല്ലോ നിൽക്കണേ.
ട്രെയിൻ പിടിച്ച് ഇപ്പൊ ടിക്കറ്റ് എടുത്തേക്കണത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഇതേ കേബിൾ കാറാണ്, ഇതെടുത്തിട്ട് ഇവിടേക്ക് പോകും. ഇവിടെ നിന്ന് മുറ ഇവിടേക്കാണ് നമ്മൾ പോണത്, ഈ സ്ഥലത്തേക്ക്. നമ്മൾ ഇവിടുന്ന് ഇത്ര ഹൈറ്റിലേക്ക് എത്തും. ഇതാണ് ടോപ്പ് ഓഫ് യൂറോപ്പ്. ജുങ്ഫ്രു ഞങ്ങളുടെ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. നമ്മുടെ വണ്ടി ഇത് എടുത്തു. അപ്പൊ എനിക്ക് തിരിഞ്ഞിരിക്കേണ്ടി വരും. മുരളികളുടെ ടിക്കറ്റ് എടുത്താ പോരെ. മുരളികളുടെ ടിക്കറ്റ് അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ട്. കേബിൾ കാറും അവിടെ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് എടുക്കുക, നേരെ കേബിൾ കാർ എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ ഉണ്ടാവും. ഓക്കെ, പെർഫെക്റ്റ്. ഇവിടെ നിന്ന് എന്തിട്ട് അറിയാം, കേബിൾ കാർ എടുക്കുക, നേരെ മുറിലേക്ക് പോവാം. കയറിക്കോ. നമ്മള് മറ്റേ കേബിൾ കാറിൽ കയറിയ കേട്ടാ. കേബിൾ കാറിന് മുമ്പിൽ നോക്കുമ്പോ ഉള്ളിൽ നോക്കുമ്പോ എന്നിട്ടാണല്ലേ എന്നിട്ട് ഭംഗി നോക്കി. നീ ഉള്ളിൽ കൂടെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആൾക്കാർ വന്നിട്ട്. കണ്ടാ നീ ഇപ്പൊ നല്ല ഹൈറ്റ്. അതേ സ്ലോപ്പ്. സ്നോ വീണ്ടുന്നുണ്ടല്ലോ അല്ലേ, ചെറുതായിട്ടുണ്ടല്ലോ. ചെവി അടയും തുറക്കും, അങ്ങനെയാട്ടാ. അയ്യോ നല്ല ഹൈറ്റിലേക്ക് പോകുന്നല്ലോ നമ്മള്, നല്ല ഹൈറ്റിലേക്ക് പോകുന്നുണ്ടോ. ഇവിടെയൊക്കെ ടാറിങ് റോഡൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അയ്യോ, ഫസ്റ്റ് സ്റ്റോപ്പ് അല്ല, രണ്ടാമത്തെ സ്റ്റോപ്പ്. ഒരു കിടിലൻ വ്യൂ ആയിരിക്കും അല്ലേ. ഏയ് നല്ല സ്നോ ഉണ്ട്, കണ്ട നീ. ഇഷ്ടായി പക്ഷെ പണ്ടാടങ്ങാൻ തണുത്തിട്ട് ഈ സാധനല്ലേ, ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് പോവാം. സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോയിട്ട് സെൽഫി എടുക്കാം. പക്ഷെ എന്താ സംഭവം വെച്ചാല് ഇവിടെ നിറച്ചും സ്നോ വീണ് കിടക്കാം. നല്ല മഞ്ഞാണ്, അപ്പൊ നടക്കുമ്പോ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. അതെ, സൂക്ഷിച്ച് നടക്കണം. തണുത്തു തുടങ്ങിയാ കൈയൊക്കെ? എന്റെ കൈയൊക്കെ മരവിച്ചു തുടങ്ങി. കൈയൊക്കെ മരവിച്ചു തുടങ്ങി. ഇവിടെ നല്ല രസമുണ്ട്, മഞ്ഞ് മൊത്തം മഞ്ഞ് നടന്നിട്ട്. വീടുകളൊക്കെ നോക്കി അവിടത്തെ വീടില്ലേ ഇതൊക്കെ. ഇവിടെ ഒക്കെ നിറച്ചും സ്നോ ആയിട്ടാ. നേരത്തെ നമ്മള് വന്നപ്പോ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി തണുപ്പ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ മിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ ക്രോസോൺ സാധനങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യം പട്ടികയുടെ എന്ത് ചാവില്ല. എന്തിനാ വേഫിളാ? എന്തിനത് രസമുണ്ടാ? രസമുണ്ട്. ഭയോ ഞാൻ വിളിച്ചോട്ടെ. അത് മധുരം കുറെ കിട്ടുമല്ലോ. പിന്നെ ഇവിടെ നല്ല പാലുണ്ട്, നല്ല വെളിച്ചായാലിപ്പോ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പണ്ട് സാർ? പച്ച സാധനം അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ ബേക്കണല്ലേ ഇത്. ശരിക്ക് ഓർക്കണത് എനിക്ക് രസമുണ്ട്. താഴെയൊക്കെ സ്നോ ആയിട്ടുണ്ടല്ലോ, വെള്ളമായി കിടക്കണം. എന്റെ പേരില് നമുക്ക് നടക്കുമ്പോ കാലും പെട്ടെന്ന് മരവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കൊറേ സംസാരിക്കാനും പറ്റണില്ല. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. പോവാം, വീട്ടിൽ പോവാം, അല്ലെങ്കിൽ കൂടിപ്പോവും മുഖം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ മാപ്പിൽ നോക്കിയപ്പോ കണ്ടു. അപ്പൊ ആ മാപ്പ് നോക്കി വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. വെള്ളച്ചാട്ടം വലിയ സ്ഥലമല്ല, നമ്മുടെ അതിരിപ്പള്ളിയൊക്കെ തന്നെ. അതിരിപ്പള്ളിയൊക്കെ തന്നെയാണ് വലുതെന്ന്. ഇത് കുഞ്ഞത്. ഇത് അതിരിപ്പള്ളിയുടെ ഒരു വെള്ളം കാറ്റ് തെറിച്ച് കഴിഞ്ഞാൽ പോണത് എങ്ങനെയാണോ അതന്നെ. അത്രയും കളിയാ കാണിച്ചു തരാം. ആണോ, നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ ചിരീശ് വെള്ളമുള്ളൂ, അതുള്ളൂ. കുഴപ്പമില്ല. വാ കാണാൻ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. സിമ്പിളായിട്ട് ഞാൻ വേറെ കാര്യം ആലോചിച്ചേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. വെഡിങ് ആനിവേഴ്സറിക്ക് പൊന്നൂസിന് ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ പാരീസ് ആൻഡ് സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് അല്ലേ. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേസ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല.
ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണം. അത് ഫോണിലെ ചാർജ് കഴിയാറായി, ഓഫ് ആവാറായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നല്ല നല്ല സ്ഥലങ്ങൾ വരാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.